ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടം 20-ന് നടക്കാനിരിക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 മണ്ഡലങ്ങളിലാണ് 5ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. അമേഠി, റായ്ബറേലി തുടങ്ങിയ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലും 5ാം ഘട്ടത്തിൽ വിധിയെഴുതും. ഇതിനൊപ്പം ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടവും നടക്കും. അമേഠി, റായ്ബറേലി അടക്കം ഉത്തർപ്രദേശിലെ 14 മണ്ഡലങ്ങൾ, മഹാരാഷ്ട്രയിലെ 13 മണ്ഡലങ്ങൾ കൂടാതെ പശ്ചിമബംഗാളിൽ 7ഉം ഒഡീഷ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ 5 മണ്ഡലങ്ങൾ വീതവും, ജാർഖണ്ഡിൽ 3ഉം ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും ഓരോ മണ്ഡലങ്ങൾ ഉൾപ്പെടെ 49 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് 20-ന് വിധിയെഴുതുന്നത്. സ്മൃതി ഇറാനിയുടെ തട്ടകം തകർത്ത് കോൺഗ്രസ് പതാക പാറിക്കാൻ കിഷോറിലാൽ ശർമ്മയിലൂടെ അമേഠിയിൽ കോൺഗ്രസ് പരിശ്രമിക്കുമ്പോൾ റായ്ബറേലി കൈവിടുമോ എന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട്. ബി.ജെ.പിയുടെ ഉരുക്കുകോട്ടയായ ലക്നൌവിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് ജനവിധി തേടുന്നത്. അയോധ്യയിൽ ബി.ജെ.പിയുടെ ലല്ലു സിംഗിനിത് ഹാട്രിക് പരീക്ഷണമാണ്. 2014-ലും 19-ലും അയോധ്യയിൽ വിജയിച്ച ലല്ലു സിംഗിന്റെ ഭൂരിപക്ഷം എത്ര വർദ്ധിക്കുമെന്നത് ആകാംക്ഷയാണ്. മുംബൈ നോർത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനിത് കന്നി അംഗമാണ്. 6.25 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണ ബി.ജെ.പിയുടെ ഗോപാൽ ചിന്നയ്യ ഷെട്ടി വിജയിച്ച മുംബൈ നോർത്തിൽ ഇത്തവണ പീയൂഷ് ഗോയലിന്റെ ഭൂരിപക്ഷം ഇതിലും വർദ്ധിക്കുമെന്നാണ് ബി.ജെ.പിയുടെ ആത്മവിശ്വാസം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഒഡീഷ നിയമസഭയിലേക്കുള്ള 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കും. 147 മണ്ഡലങ്ങളുള്ള ഒഡീഷ നിയമസഭയിലെ 35 മണ്ഡലങ്ങളിലാണ് 20-ന് തെരഞ്ഞെടുപ്പ് നടക്കുക. ജനം, ഡൽഹി.